ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി പ്ലെയിൻ ബിരിയാണി റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനതൊരു കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കർ വയ്ക്കാം. കുക്കർ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം നെയ്യും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോൾ 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക, 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് 3 മീഡിയം സൈസ് സവാള ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് സവാള നന്നായിട്ട് കുക്കായി വരണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഞാനിവിടെ 1 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളക് 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിന് മുകളിലായിട്ട് നമുക്ക് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറണം, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3 മീഡിയം സൈസ് തക്കാളിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തക്കാളി നന്നായിട്ട് വഴന്നു വരണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് അല്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി ഞാൻ കഴുകി ഊറ്റി വെച്ചതാണ്. അരി കുതിർത്തിയിട്ടില്ല. ഇതിനായിട്ട് നമുക്ക് വലിയ അരി എടുക്കാം. ഞാനിപ്പോൾ ചെറിയ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിക്കാണ് വെള്ളം എടുക്കുന്നത്. ഞാനിപ്പോൾ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ റൈസ് നമുക്ക് കുക്കറിലല്ലാതെയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ എയർ മൊത്തം പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പ്ലെയിൻ ബിരിയാണി റൈസാണിത്. അപ്പോൾ നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നുമില്ലാത്തൊരു ദിവസം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.